ഗൈസ്, ഡൈസീറെ പ്രണവ് മോഹൻലാലിൻ്റെ ഗംഭീര പടം രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ആദ്യം കണ്ടത് ഹൈദരാബാദിലെ ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ നിന്നായിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ്, നല്ല ഓഡിയൻസ്. അപ്പം ഇതൊരു റിവ്യൂ വീഡിയോ അല്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മൂവി ഡിമാൻഡ് ചെയ്യുന്ന ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഇതിലെ ജംപ് സ്കെയർ സീനുകളോ മാത്രമല്ല, ഈ മൂവിയിലൊരു സൈലൻസ് ഉണ്ട്. ഇതിലൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഇതിലെ സൈലൻസും അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കാണാൻ വരുന്നവർ അതുകൂടെ മനസ്സിലാക്കി ഈ മൂവി ആസ്വദിച്ച് മൂവിയിൽ സ്ക്രീനിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിലെ ഓരോ ആളുകളുടെ നിശ്വാസം വരെ അത്രയും ഡെപ്തിൽ സ്ക്രീനിൽ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് ഇതിൻ്റെ സംവിധായകൻ. അതുകൊണ്ട് പരമാവധി സിനിമ കാണാൻ ഒരു 15 മിനിറ്റോളം ബഫർ ടൈം കയ്യിൽ പിടിച്ച് നേരത്തെ എത്തുക. ഇടയ്ക്കുള്ള കമൻ്റ് അടികളും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്ക്രീനിൽ മാത്രം ഫോക്കസ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മലയാളത്തിൽ തന്നെ മികച്ച ഒരു ഹൊറർ മൂവി ജോണറുള്ള ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് സിനിമ ആസ്വദിക്കാൻ ശ്രമിക്കുക. എൻജോയ് യുവർ ഷോ. ഡൈസീറെ. What the fuck?